അപ്പോൾ ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റ് ആണ് സിറ്റിസൺ ജേർണലിസം ആൻഡ് നമ്മുടെ റൗണ്ട് എക്സ്പേർട്ട് ജഡ്ജ് പാർവതി ചേച്ചിയും ഇവിടെ റെഡിയാണ്. ഇന്ന് പാർവതി ചേച്ചിയുടെ മുന്നിലേക്ക് നമ്മൾ അയക്കാൻ പോകുന്ന നമ്മളുടെ മിടുക്കി സ്മിഷയാണ്. സോ ലെറ്റ്സ് വെൽക്കം സ്മിഷ. സൂപ്പർ അമ്മയും മകളും. വെൽക്കം സ്മിഷ. താങ്ക് യു മാം. ഞാൻ ഇത് ബയോഡേറ്റ വായിക്കായിരുന്നു. റിയലി ഇൻസ്പയർഡ്. സ്മിഷയുടെ മുമ്പിൽ ഇരിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഈ അസുഖത്തിനെ ഞാൻ വളരെ അടുത്ത് കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ ആദ്യം ക്യാൻസർ വന്നത് ഒരു 24 വർഷങ്ങൾക്ക് മുമ്പാണ്. 24 വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ട് അമ്മ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ അനിയത്തിയുടെ മകളുടെ. ഞങ്ങളെല്ലാവരും കല്യാണങ്ങൾക്കൊക്കെ പോയി ആഘോഷമായിട്ട് സന്തോഷമായിട്ട് തിരിച്ചു വന്നിട്ട് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, നോക്കൂ എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് ക്യാൻസറാണ്, ഞാൻ നാളെ ഓപ്പറേഷന് പോവുകയാണ്. അങ്ങനെ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ലൈറ്റ് അണഞ്ഞു പോയി. 1.5 മാസം കഴിഞ്ഞ് അമ്മ തിരിച്ചു വന്ന് ഒരു 3 മാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അമ്മ ഡോക്ടറാണ്, അമ്മ വർക്ക് ചെയ്യാനും പോയി. അപ്പോൾ ഇനിഷ്യലി ഞങ്ങൾക്കത് വളരെ ഭയമായിരുന്നു. അപ്പം അന്ന് എല്ലാവരും പറഞ്ഞു ഇല്ല അങ്ങനെയല്ല, ഇത് ഫൈറ്റ് ചെയ്താൽ ശരിയാവും എന്നൊക്കെ. രണ്ടാമത് വീണ്ടും ക്യാൻസർ വന്നത് അച്ഛനുള്ള സമയത്ത് വീണ്ടും അമ്മയ്ക്ക് ഒരു ചെറിയൊരു വീണ്ടും നോഡ്യൂള് സെക്കൻഡ് ബ്രസ്റ്റിൽ വന്നു. ആ സമയത്തും ഈ പറഞ്ഞതുപോലെ അമ്മ ഒരു ദിവസം കാണുന്നത് അമ്മ ഹോസ്പിറ്റൽ മുഴുവൻ അച്ഛൻ്റെ മരുന്നുകൾ അടുക്കുകയാണ്. 2-3 ആഴ്ചത്തെ അടുക്കി വെച്ചിട്ട് പറഞ്ഞു, നീ കൃത്യമായിട്ട് ഇതെടുത്ത് കൊടുക്കണം, നീ ഇവിടെയാണ് നിൽക്കേണ്ടത്, ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്, എനിക്ക് വീണ്ടും 24 വർഷം മുമ്പ് വന്ന അതിഥി വീണ്ടും വന്നിട്ടുണ്ട്, അപ്പോൾ വീണ്ടും ഒരു സർജറിയാണ്, ഞാൻ ഒരു പരിപാടിക്ക് പോയിട്ട് വരാം, അപ്പം അച്ഛനെ നോക്കിക്കോണം, അച്ഛൻ്റെ മരുന്നുകളെല്ലാം ഇതിനകത്ത് കൃത്യമാണ്, ഇത് കഴിയുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചെത്തും എന്ന് പറഞ്ഞാണ് അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അമ്മയെ ഇത് പിടികൂടിയത് വളരെ പെട്ടെന്നായിരുന്നു. ആർക്കും തടയാൻ പറ്റാത്ത ഒരു ജൂലൈ 12 കണ്ടെത്തി ഓഗസ്റ്റ് 4 അമ്മ ഞങ്ങളെ വിട്ടുപോയി. അത് പിന്നെ വന്നത് ഡോക്ടർ പറഞ്ഞ വാക്കാണെങ്കിൽ ഇറ്റ് കെയിം വിത്ത് എൻ വെഞ്ചിയൻസ് എന്നാണ്. പക്ഷെ അപ്പോൾ പോലും എൻ്റെ കയ്യിൽ അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്, ഈ റിസൾട്ട് വായിക്കുന്ന അമ്മ ചിരിച്ചുകൊണ്ടിരുന്നിട്ട്, കൊള്ളാമല്ലോ, ഇത് ഞാൻ എന്തൊരു വിഡ്ഢിയാണ് കൊച്ചേ, ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ എനിക്കിത് നേരത്തെ വന്നിട്ട്, ഇത് എപ്പോഴായിരിക്കും വന്നതെന്നൊക്കെ പറയുന്ന തരത്തിൽ ജീവിതത്തെ അത്രയും ബോൾഡായി കാണുന്ന ഒരു അമ്മയെ ഞാൻ കണ്ടിട്ട് അത്രയും തന്നെ ഈ ഉഷിരോടെ മനസ്സുകൊണ്ട് ഞാൻ ജയിക്കുമെന്നുള്ള ഒരു വാഞ്ചയോടെ ഇരിക്കുന്ന സ്മിഷയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയോട് തോന്നുന്ന അതേ ബഹുമാനമാണ് എനിക്ക് സ്മിഷയോട് തോന്നുന്നത്. വളരെ നന്ദി, താങ്ക് യു. സന്തോഷം മാം. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, എന്നെ പോലുള്ള കുറേ പേർക്ക് അതൊരു നല്ല വാക്കുകളാണ്. തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അസുഖമാണ് ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എവിടെ തോറ്റു കൊടുക്കുന്നില്ല, ഈ അസുഖം പേടിച്ച് ഓടുന്ന ഒരു രീതി പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് ഏത് സ്റ്റേജ് എന്നുള്ള വിഷയമല്ല. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. സ്മിഷ, നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. എന്തായിരുന്നു ഈ ജേർണലിസം എടുത്തപ്പോൾ ഏത് സ്റ്റോറിയാണ് ചെയ്യാൻ ആഗ്രഹിച്ചത്, എന്താണ് ചെയ്തത്? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളപ്പൊക്കത്തിന്റെ പ്രധാന കാരണങ്ങളാണ് ഈ മാലിന്യം ഉണ്ടാകുന്ന ആമീരഞ്ചാൻ പറഞ്ഞ തോടുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റോറി. ഓക്കെ, എന്നാലും നമുക്ക് ആ സിനിമ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ തന്നെ പ്രധാനപ്പെട്ട തോടുകളിലൊന്നായ ആമയിഴഞ്ചാൻ തോടിന് സമീപമാണ്. നാടിന്റെ ജീവനാഡിയാകേണ്ട തോടാണിത്. പക്ഷെ ഇതിപ്പോൾ ഒരു നാടിന്റെ തന്നെ ശാപമായി മാറിയിരിക്കുകയാണ്. ഓരോ മഴക്കാലവും താൽക്കാലികമായി വൃത്തിയാക്കി പോകുന്നുണ്ടെങ്കിലും അതിന് തുടർച്ച ഉണ്ടാകാറില്ല. മാത്രമല്ല, മാലിന്യം വലിച്ചെറിയുന്നവർ അവരുടെ പതിവ് തുടരുകയും ചെയ്യുന്നു. നഗരത്തിൽ പെയ്യുന്ന മഴവെള്ളം കടലിലേക്ക് ഒഴുകി പോകേണ്ട ഒരു തോടിന്റെ അവസ്ഥയാണിത്. ഇതുവഴി മൂക്ക് പൊത്തിയല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. സാംക്രമിക രോഗങ്ങൾ വേറെയും. തിരുവനന്തപുരം നഗരത്തിന്റെ വെള്ളപ്പൊക്കത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഈ ആമയിഴഞ്ചാൻ തോടിലൂടെ ഒഴുകുന്ന മാലിന്യ അവശിഷ്ടങ്ങൾ. ഈ മാലിന്യം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യമുണ്ട്, ജൈവ മാലിന്യമുണ്ട്. ഇതിനെയെല്ലാം തരംതിരിച്ച് നമുക്ക് യൂസ്ഫുൾ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാവണം. നിലവിലുള്ള സിസ്റ്റം അത്ര കണ്ട് പ്രവർത്തിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ ഈ പറഞ്ഞ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടെങ്കിലും ഇതെല്ലാം പല ഡ്രെയിനേജ് കൂടാതെ ഡ്രെയിനേജിന് പോകാൻ മാത്രമല്ല പല ആവശ്യത്തിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇതിനുള്ളിൽ കൂടെ പല പല കേബിളുകൾ പോകുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ മെയിൻ റോഡിന്റെ അടിയിൽ കൂടെ ആയിരിക്കും ഈ ഡ്രെയിനേജ് പോകുന്നത്. അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മറ്റൊരു ആമയിഴഞ്ചാൻ തോട് ആവർത്തിക്കാതിരിക്കാൻ ചുവപ്പ് നാടകളുടെ നിയമങ്ങളുടെ കുരുക്കുകളൊന്നുമില്ലാതെ ഇവിടെ ഒരു മനുഷ്യനുണ്ട്. നമുക്ക് ആ മനുഷ്യരെ പരിചയപ്പെടാം. ഇത് ബെന്നിച്ചേട്ടൻ. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്നും മറ്റും ഈ തടാകത്തെ രക്ഷിക്കാൻ ഒറ്റയ്ക്കിറങ്ങിയതാണ് ഈ മനുഷ്യൻ. സ്വന്തമായി നിർമ്മിച്ച കുഞ്ഞു ബോട്ടുമായി വെള്ളായണി കായലിറങ്ങി വെറും 4 മാസത്തിനുള്ളിൽ 650 കിലോയിലധികം പ്ലാസ്റ്റിക്കാണ് ഇദ്ദേഹം നീക്കം ചെയ്തിട്ടുള്ളത്. പ്ലാസ്റ്റിക്കുകൾ മാത്രമല്ല,
കായലിന് അപകടകരമാവുന്ന പായലുകളും മാറ്റുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഡെയിലി റൊട്ടീൻ എങ്ങനെയാണ് ഇതുമായിട്ട്? രാവിലെ തണുപ്പില്ലെങ്കിൽ ഒരു 6-6:15 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങും. രണ്ടാമത് വൈകുന്നേരം വന്നിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന സമയം നോക്കിയിട്ട് ഒരു 5-5:30 എത്തുകയാണെങ്കിൽ ഞാൻ ഇപ്പം പ്ലാസ്റ്റിക് വളരെ കുറവാണ്. എനിക്ക് നെഞ്ച് കൈവച്ച് എനിക്ക് പറയാൻ പറ്റും. ഏകദേശം 90% പ്ലാസ്റ്റിക് മുക്തമാണ് നമ്മുടെ ഈ തോട്. നമ്മുടെ നാട്ടിലെ തോടുകളും പുഴകളും സംരക്ഷിക്കുക എന്നത് ബിനുചേട്ടനെ പോലെ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ ഇനി എല്ലാവരും ആവശ്യം കഴിഞ്ഞ് പുഴയിലേക്ക് വലിച്ചെറിയുന്ന, തോടിലേക്ക് വലിച്ചെറിയുന്ന കുപ്പികളും മാലിന്യ അവശിഷ്ടങ്ങളും ദയവ് ചെയ്ത് നിങ്ങളുടേതായ എന്താണോ സംസ്കരണ രീതി അതിലേക്ക് നിക്ഷേപിക്കേണ്ടതാണ്. വെറും ഒരു കാഴ്ചക്കാരനല്ല ബിനു, ഒരു കാവൽക്കാരനായി മാറിയതിന്റെ കഥയാണ് അല്ലേ? അതെ, അതെ. ഈ പറയുന്ന ഒരു ബിനു അല്ല, 1000 ബിനുക്കൾ നമ്മളുടെ നാട്ടിൽ ഉണ്ടായി വന്നാൽ എന്ന് വെച്ചാൽ അത് എടുത്തു മാറ്റണം എന്നുള്ളത് മാത്രമല്ല, ഇതിനെ ഒരു കാവൽക്കാരായി നമ്മുടെ ഒരു ആണും പെണ്ണും പുറത്തുകൂടെ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ എന്ത് ബഹളമാണ് നാട്ടുകാർ അത് മുഴുവൻ കാണുന്നവരാണ്. അതേസമയം ഒരു തോടോ കിണറോ ചീത്തയാക്കുന്നത് കണ്ടാൽ അതിന് പ്രതികരിക്കാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത് നമ്മുടെ കാര്യമല്ല എന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ വരുന്ന തലമുറകൾക്കെല്ലാം നമ്മൾ കൊടുക്കേണ്ടതാണ് ഈ വെള്ളം, പിന്നെ നമ്മളുടെ പ്രകൃതിയും ഒക്കെ അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് നമ്മൾ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അത് കണ്ടാൽ നമ്മൾ മിണ്ടുന്നുമില്ല. ഇതിൽ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടും വിഷമവും തോന്നിയത് ഇത് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ്. അത്രയും വേസ്റ്റിൽ കിടന്ന് ഈ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അത്ര എളുപ്പപ്പണിയല്ല. അത് അവരുടെ ജോലിയാണെന്ന് പറഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് ഇല്ലില്ല. അത് ഒരുപക്ഷെ മാൻഹോൾ നന്നാക്കാനായിട്ട് മെഷീൻ വന്നതുപോലെ ഭാവിയിൽ ഇതൊക്കെ മെഷീൻസ് വരികയും അത് ട്രോളേഴ്സ് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം വരുമായിരിക്കും. ട്രിവാൻഡ്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റോഡുകൾ പോയിരിക്കുന്നത് ഈ വേസ്റ്റ്, ഈ തോടിൻ്റെ, അപ്പോൾ ഒരു ലോങ് ഇതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി പോയി ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് റോബോട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. സ്മിഷയുടെ ഈ ഒരു തിരിച്ചറിവ്, ഈ വെളിപാട്, അല്ലെ ഈ പറയുന്ന ഈ ഒരു വീഡിയോ ഒരുപാട് പേരുടെ കണ്ണ് തുറപ്പിക്കട്ടെ. അവരുടെ ഒരു ശ്രദ്ധ, അധികൃതരുടെ ശ്രദ്ധ ഈ ഒരു കാര്യത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇനിയും അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പോകണം എന്നൊരു അഭിപ്രായം കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. കാരണം എന്തൊക്കെയാണ് കോർപ്പറേഷൻ ഇതിനു വേണ്ടി ചെയ്തത്, ഇതിൻ്റെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്നതാണോ എന്ന് മനസ്സിലായി. അത് വഞ്ചൂർ കോർട്ടിൽ ഇവർക്ക് അവരുടെ തന്നെ ഇതിൻ്റെ എന്താ പറയുക, നാട്ടുകാരുടെ സംഘടനയൊക്കെ ഉണ്ടല്ലോ, അതിൽപ്പെട്ട ആളാണ്. കോർപ്പറേഷനിലെങ്ങാനും പോയിട്ട് അവരെ ഒന്ന് കാണണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കോർപ്പറേഷൻ ആക്ച്വലി ഇതാണ്, ഞാൻ കോർപ്പറേഷനിൽ അവരെ കണ്ടു. അപ്പൊ അവര് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചതാണ്. അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. കോർപ്പറേഷനെയോ ഒരു ഗവൺമെന്റിനെയോ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വർഷാവർഷം അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റോഡ് വന്നിരിക്കുന്നത് ഈ തോടിന് മുകളിലൂടെയാണ്. അപ്പം അതിനുള്ളിൽ പോയിട്ട് ക്ലീൻ ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോഴത്തെ നിലവിൽ കോർപ്പറേഷനൊന്നും ഇല്ല. പിന്നെ ആൾക്കാർ കൊണ്ടുവരുന്ന ഓരോ സ്ഥലങ്ങളിലും റെസിഡൻസി ഏരിയയിലൊക്കെ ക്യാമറാസ് വെച്ചിട്ടുണ്ട്. പക്ഷെ അതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ഹോട്ടലുകളിലെ വേസ്റ്റ് തള്ളിയിടുകയാണ്. അപ്പം കോർപ്പറേഷനും നിസ്സഹകരണമായിട്ട് ആ ഒരു അവസ്ഥയിലാണുള്ളത്. എങ്കിലും അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരടുത്ത് ചോദിച്ചിരുന്നത് ഇതിനെപ്പറ്റി. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ക്ലീൻ ചെയ്യല്ലേ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആരെ കുറ്റപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ ഒരു വലിയ ചോദിച്ചതിനായിട്ട് എനിക്ക് തോന്നിയിരുന്നത്. എന്തായാലും ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ ഒരുപാട് കാര്യങ്ങളാണ് ശുചിത്വ മിഷൻ പോലെയുള്ളവർ ചെയ്യുന്നത്. അത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം സ്മിഷയുടെ ഈ ഒരു വീഡിയോയിലൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നൈസ് ടോക്കിംഗ് ടു യു. ഭയങ്കര സന്തോഷം. ഞാനൊരു ഹിഡൻ മാർക്കുണ്ട്, ഞാൻ അതൊന്ന് ഇട്ടോട്ടെ. ഓക്കെ, താങ്ക് യു സ്മിഷ. താങ്ക് യു മാം.